ദേവാസുദേവായ. ഓം ശ്രീകൃഷ്ണപരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണപരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭാഗവത മഹാത്മ്യത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 4, 5, 6 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥങ്ങൾ പറയാം. 4 ഭക്തി ജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ കഥം മായാമോഹനിരാസസ്യ വൈഷ്ണവൈ പ്രിയതേ കഥം. ഭക്തി ജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ കഥം മായാമോഹനിരാസസ്യ വൈഷ്ണവേ ക്രിയതേ കഥം. ഭക്തി ഈശ്വരനിൽ പരമപ്രേമം, ജ്ഞാനം ആത്മസ്വരൂപ ബോധം, വിരാഗം വിഷയങ്ങളിൽ ആസക്തിയില്ലായ്മ, ആപ്ത വിവേക പ്രാപിക്കപ്പെട്ട യഥാർത്ഥമായ വിവേചന സാമർഥ്യം. ഭക്തിജ്ഞാന വിരാഗാണം പ്രവാഹോ വർദ്ധതേ കഥം എന്ന പാഠമാണ് സുഗമം. മായാമോഹനിരാസക മായ കൊണ്ടുണ്ടാകുന്ന അവിവേകത്തിൻ്റെ നിരസനം. വൈഷ്ണവം വൈഷ്ണവൈഹ വൈഷ്ണവന്മാരാൽ കഥം ക്രിയതേ എങ്ങനെ ചെയ്യപ്പെടുന്നു. വീണ്ടും 2 ചോദ്യം ചെയ്യുന്നു. ഭക്തിജ്ഞാന വിരാഗാണാം പ്രവാഹോ വർദ്ധതേ കഥം എന്ന പാഠം സ്വീകരിക്കുന്നതായാൽ സ്വാരത്തിന് കുറേ ചമൽക്കാരം കൂടും. ഈശ്വരനിൽ പരമപ്രേമലക്ഷണമായ ഭക്തിയും തന്നിമിത്തമുണ്ടാകുന്ന ആത്മസ്വരൂപജ്ഞാനവും തന്നിമിത്തമുണ്ടാകുന്ന വിഷയവൈരാഗ്യവും അഭിവൃദ്ധിപ്പെട്ടു വരുവാനുള്ള മാർഗമെന്താകുന്നു. മായ നിമിത്തമുണ്ടാകുന്ന അവിവേകത്തെ വൈഷ്ണവന്മാർ ഏതു വിധമാണ് നശിപ്പിക്കുന്നത്. സകലവിധ സമാചാരങ്ങളുടെയും വിഷ്ണുപ്രീതിക്കായി കൊണ്ട് സമർപ്പിക്കുന്നവരെ വൈഷ്ണവന്മാരെന്ന് പറയുന്നു. വിഷ്ണത്പിതാഖില അഖിലാചാരസ്തേഹി വൈ വൈഷ്ണവ സ്മൃതാഹ എന്നാണ് സ്മൃതിയിൽ കാണുന്ന വൈഷ്ണവലക്ഷണം. കാ ഭക്തിർ വാസ്തവിജ്ഞാനം വാസ്തവം കിം വിരാഗം. ഭക്തി എന്നാൽ എന്താകുന്നു? വാസ്തവത്തെ സംബന്ധിച്ചിരിക്കുന്ന അറിവ് തന്നെ ഭക്തി. വാസ്തവം എന്താകുന്നു? വിഷയാസക്തിയെ നശിപ്പിക്കുന്നതായ പദാർത്ഥ വസ്തു യാതൊന്നോ അതുതന്നെ വാസ്തവം എന്നാണ് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെക്കുറിച്ച് ലക്ഷണം പറഞ്ഞിരിക്കുന്നത്. ഇതിനാൽ സിദ്ധിക്കുന്നത് എന്തെന്നാൽ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്നിവ പ്രബലപ്പെട്ടു വരുവാനുള്ള മാർഗം അടങ്ങിയിരിക്കുന്നതായ കഥാസാരം എന്താകുന്നു എന്നാണ് 2-ാമത്തെ ചോദ്യം. മായാമോഹത്തെ നീക്കുവാൻ ഉപകരിക്കുന്ന മാർഗം എന്താണെന്ന് 3-ാമത്തെ ചോദ്യം. ശ്ലോകം 5 ഇഹ ഘോരകലോ പ്രാപ്തേ ജീവശാസുരതാം ഗത ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം. ഇഹ ഘോരേ കലോ പ്രാപ്തേ ജീവസ്ഥാസുരതാം ഗതഃ ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം. ഘോരേ കലോ ഭയങ്കരമായ കലി ഇഹ പ്രാപ്തം ഇവിടെ പ്രാപിച്ചിരിക്കുമ്പോൾ ജീവഹ ച ജീവനം അസുരതാം ഗത അസുരഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. ക്ലേശാക്രാന്തസ്യ ക്ലേശങ്ങളാൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. തസ്യ ശോധനെ അതിൻ്റെ ശോധനത്തിൽ പരായണം കിം പരമോപായം എന്താകുന്നു. ഈ ഭാരതഖണ്ഡത്തിൽ ഭയങ്കരമായ കലിയുഗം ആരംഭിച്ചിരിക്കയാൽ ജീവൻ അസുരഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. അതിനാൽ ബഹുവിധ പാപകർമ്മങ്ങളെ ചെയ്യുന്നു. തന്നിമിത്തം ബാധിക്കുന്ന നാനാവിധങ്ങളായ ക്ലേശങ്ങളാൽ പീഡിക്കപ്പെട്ടിരിക്കുന്ന ജീവനെ അതിൽ നിന്നും വിമോചിപ്പിക്കുവാൻ ഉപകരിക്കുന്ന ഉത്തമോപായം എന്താകുന്നുവെന്ന് 4-ാമത്തെ ചോദ്യം. കലിയുഗം എങ്ങും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. എങ്കിലും
ഭാരത നിവാസികൾ അതിൻ്റെ വിശേഷ ലക്ഷണം തിരിച്ചറിയുന്നവരാണെന്ന് സാരം. പ്രാപ്തേ എന്നതിന് പകരം പ്രായോ എന്നൊരു പാഠഭേദം കാണുന്നുണ്ട്. അപ്പോൾ കലിയുഗത്തിൽ പ്രായേണ ജീവൻ സുരഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന് വരും. ശ്ലോകം 5. ശ്രേയസായദ്ഭവേ ശ്രേയ പാവനാനാം ജപാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വ സാധനം തദ്വധാതുനാം. ശ്രേയസാം തദ്ഭവേ ശ്രേയഃ പാവനാനാം ജപാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വ സാധനം തദ്വധാതുനാം. ശ്രേയസാം ശ്രേയസ്സുകളുടെ മധ്യത്തിൽ പരം ശ്രേയ യത് ഉത്കൃഷ്ടമായ ശ്രേയസ് യാതൊന്നോ, പാവനാനാം പരിശുദ്ധികരങ്ങളുടെ മധ്യത്തിൽ പരം പാവനം യത് ഭവേത് ഉത്കൃഷ്ടമായ പരിശുദ്ധീകരണം യാതൊന്നോ, കൃഷ്ണപ്രാപ്തികരം സാധനം യത് കൃഷ്ണപ്രാപ്തിയെ സാധിപ്പിക്കുന്നതായ സാധനം യാതൊന്നോ, തത് അതിനെ ശശ്വത് നിരന്തരമായിട്ട് അധുനാ വദ ഇപ്പോൾ വധിച്ചാലും. കല്യാണങ്ങളുടെ മധ്യത്തിൽ പരമകല്യാണമേതാകുന്നു? 5-ാമത്തെ ചോദ്യം. ശുദ്ധിയെ ജനിപ്പിക്കുന്ന സാധനങ്ങളിൽ വെച്ച് പരമപരിശുദ്ധി സാധനമേതാകുന്നു? 6-ാമത്തെ ചോദ്യം. ശ്രീകൃഷ്ണപ്രാപ്തിയെ സാധിപ്പിക്കുന്നതായ സാധനമേതാകുന്നു? 7-ാമത്തെ ചോദ്യം. ഈ സംഗതികളെ തുടർച്ചയായും ഇടവിടാതെയും അങ്ങ് പറഞ്ഞാലും. ശ്ലോകം 7. ചിന്താമണേ ലോകസുഖം സുരദ്രോ സ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗിദുർലഭം. ചിന്താമണേ ലോകസുഖം സുരദ്രോ സ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗിദുർലഭം. ചിന്താമണി ചിന്താമണി എന്നു പേരായ രത്നവിശേഷം ലോകസുഖം ലോകത്തിൽ സുഖത്തെയും, സുരദ്രു കൽപ്പവൃക്ഷം സ്വർഗസമ്പദം സ്വർഗസമ്പത്തിനെയും പ്രയച്ഛതി നൽകുന്നു. പ്രീതഃ ഗുരു സന്തുഷ്ടനായ ഗുരുവാകട്ടെ യോഗി ദുർലഭം യോഗികൾക്കും കൂടെ ലഭിക്കാൻ പ്രയാസമായിരിക്കുന്ന വൈകുണ്ഠം പ്രയച്ഛതി വൈകുണ്ഠത്തെ നൽകുന്നു. നാ പൃഷ്ടഃ കസ്യചിത് ഭ്രൂയാജ്ഞ ചാന്യായേന പൃച്ഛത്. ചോദിക്കാത്തവനോടും അന്യായമായി ചോദിക്കുന്നവനോടും ഉത്തരം പറയരുത് എന്നുള്ള സ്വയം ന്യായപ്രകാരം സൂതൻ ഉത്തരം പറയാതിരിക്കരുത് എന്നുള്ള ശ്രദ്ധയെയും സൂതൻ്റെ ജ്ഞാനനിലയെയും പറവാനുള്ള സാമർഥ്യത്തെയും തനിക്ക് സൂതനിലുള്ള ആദരാതിശയത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഉത്തരം പറയുവാൻ ഉത്സാഹിപ്പിക്കുന്നു. ചിന്താമണി എന്ന രത്നവിശേഷം ലോകസുഖ സാധനമായിരിക്കുന്ന ധനാദികളെയും കൽപ്പവൃക്ഷം സ്വർഗസമ്പത്തിനെയും നൽകും. പ്രസന്നനായ ശ്രീ ഗുരുവാകട്ടെ ഉപദേശ വൈഭവത്താൽ യോഗികൾ കൂടെ ദുർലഭമായിരിക്കുന്ന വൈകുണ്ഠത്തെ നൽകും. യസ്യകാന്തിലവസൃഷ്ടം താമ്രമയസ്ത്രഭോ പാഷണാദികമന്യദ്വ സർവം ഭവതി കാഞ്ചനം ചിന്താമണി സവേജ്ഞേയോ മുനിഭി സിദ്ധിസാധനഃ എന്ന പദ്യങ്ങളിൽ ബ്രഹ്മോത്തരഖണ്ഡത്തിൽ ചിന്താമണിയുടെ വൈഭവത്തെ പ്രതിപാദിച്ചിരിക്കുന്നു. ഏതൊരു രത്നത്തിൻ്റെ പ്രകാശലേശാംശം പിച്ചള, ചെമ്പ്, ഇരുമ്പ്, ഈയം എന്നുവേണ്ട ശിലാദികളായ ഏതെങ്കിലുമൊന്നിൽ സ്പർശിച്ചാൽ ആ വസ്തുക്കൾ തൽക്ഷണം സ്വർണമായി ഭവിക്കുമോ ആ രത്നത്തിന് ചിന്താമണി എന്നു പേർ. ഭാഷയിൽ അതിന് പാരസ്യം എന്നു പേരുണ്ട്. ചിന്താമണിയാദികൾ ലോകസുഖപ്രദങ്ങളാകയാൽ ആത്യന്തിക ദുഃഖനിവൃത്തിയെ സാധിപ്പിക്കുകയില്ല. ശ്രീ ഗുരുവിന് മാത്രമേ സർവ ദുഃഖനിവൃത്തിയെയും ആനന്ദപ്രാപ്തിയെയും സാധിപ്പിക്കുന്നതായ പരമപുരുഷാർത്ഥ രൂപമോക്ഷത്തെ നൽകുവാൻ ശക്തിയുള്ളൂ. ഞാൻ അങ്ങയെ ഗുരുവായി വരിച്ചിരിക്കുന്നു. ശിഷ്യനായ എന്നോട് ഉത്തരമരുളി ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് സാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ.